ഹലോ, ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളാണ് ഇപ്പോൾ ചെമ്പനീർ പൂവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രമതി ആദ്യമേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സച്ചി രേവതി ഒരിക്കലും ഇവിടെ ജീവിക്കാൻ പാടില്ല, സച്ചി രേവതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം, ഈ വീട്ടിൽ ഒരിക്കലും അവർ കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കേൾക്കാതെ രവീന്ദ്രനാണ് സച്ചിയും രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. അപ്പോൾ അവസരം കിട്ടിയപ്പോൾ ചന്ദ്രമതി അത് കൃത്യമായിട്ട് ഉപയോഗിച്ചു. രേവതിയെയും സച്ചിയും ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് ചന്ദ്രമതി തീരുമാനിക്കുകയും ചെയ്തു. അവരിവിടെ ഉണ്ടെങ്കിൽ ഇനി എനിക്കിവിടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരു തീരുമാനം എത്തിയപ്പോൾ പിന്നെ സച്ചിക്കാണെങ്കിലും രേവതിക്കാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ സച്ചി പോയപ്പോൾ രവീന്ദ്രനെയും കൊണ്ടാണ് പോയത്. അതൊരിക്കലും അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ചന്ദ്രമതി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല. ഇനി എന്ത് സംഭവിക്കാം? രവീന്ദ്രനെയും കൊണ്ടുപോയ സ്ഥിതിക്ക് ഇനി സച്ചി രേവതിയും അവിടെ താമസിപ്പിക്കാനായിട്ട് തയ്യാറാകുമോ, അതോ ഇനി വേറെ എന്തെങ്കിലും മറുമായം സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിച്ചു. അങ്ങനെ രവീന്ദ്രനെയും കൊണ്ട് സച്ചി വീടിന്റെ പടി ഇറങ്ങിയപ്പോൾ ചന്ദ്രമതി തടഞ്ഞു. ഞാൻ നിങ്ങളോടാണ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്, അല്ലാതെ രവിയേട്ടനോടല്ല. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോയാൽ മതി, രവിയേട്ടൻ എന്തിനാ ഇറങ്ങിപ്പോകുന്നത് എന്ന് ചന്ദ്ര ചോദിച്ചു. പക്ഷെ അതിന് രവീന്ദ്രൻ പറഞ്ഞ മറുപടി, നീ ഇത്രയും നാളും ഒരിക്കലും, നിനക്ക് 3 മക്കളുണ്ട്, പക്ഷേ നീ ഇത്രയും നാളും സച്ചി എൻ്റെ മകനല്ല, നിങ്ങളുടെ മകൻ എന്നാണ് നീ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ മകൻ വിളിക്കുമ്പോൾ എനിക്ക് ഇറങ്ങി പോകണ്ടേ? എൻ്റെ മകൻ വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ മകൻ എവിടെ വിളിച്ചാലും ഞാൻ പോകും എന്ന് രവീന്ദ്രൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മകനെ വിശ്വസിച്ച് നിങ്ങൾ എവിടെയും പോകുമോ എന്ന് ചന്ദ്ര ചോദിച്ചപ്പോൾ ഞാൻ സച്ചിയെ വിശ്വസിച്ച് ഞാൻ കടലിൽ വേണമെങ്കിലും എടുത്ത് ചാടും, അവൻ എന്നെ നീന്തി രക്ഷിച്ചോളും എന്ന് രവീന്ദ്രൻ പറഞ്ഞു. അത്രത്തോളം സച്ചിയെ വിശ്വാസമാണ്. ഒരിക്കലും ചന്ദ്രമതി 2 മക്കളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, ശ്രീകാന്തിനെയും സുധിയെയും. അല്ലാതെ സച്ചിയെ ചന്ദ്രമതി സ്നേഹിച്ചിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി എന്തായാലും പറ്റത്തില്ല. ഇനി എന്തായാലും എന്ത് സംഭവിച്ചാലും ഞാൻ സച്ചിയെ വിട്ടുകൊടുക്കത്തില്ല എന്ന് ചന്ദ്ര പറഞ്ഞു. അപ്പോൾ അവസാനം സച്ചിക്കും രേവതിക്കും ഒപ്പം രവീന്ദ്രനും പോകും. സച്ചി ഇല്ലാത്ത വീട്ടിൽ ഞാൻ താമസിക്കത്തില്ല എന്ന് രവീന്ദ്രൻ തീരുമാനിച്ചപ്പോൾ ചന്ദ്രയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ സച്ചിൻ രേവതി ഇവിടെ നിന്ന് ഇറക്കി വിടണമെങ്കിൽ രവിയേട്ടനെയും അതുപോലെ തന്നെ ഇറക്കി വിടണം. ഇല്ലെന്നുണ്ടെങ്കിൽ രവിയേട്ടനെ ഇവിടെ വേണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സച്ചിൻ രേവതി ഇവിടെ താമസിച്ചേ മതിയാകൂ എന്നുള്ളൊരു അവസ്ഥ എത്തി. ഇപ്പൊ എന്ത് വേണോ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യത്തോടുകൂടി അകത്തോട്ട് കയറിപ്പോയി. അതോടുകൂടി അവിടെ പ്രശ്നം അവസാനിച്ചു എന്ന് വിചാരിച്ചുവെങ്കിലും ആ പ്രശ്നം അവിടെ തുടക്കം മാത്രമാണ്. ശ്രുതിക്ക് വിശ്വാസമുണ്ടായിരുന്നു സച്ചി രേവതിയും പോയാൽ കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്ന്. അവരുടെ പ്രതീക്ഷകളും അങ്ങ് തകർന്നുപോയി. അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. പിന്നീട് അടുത്ത പ്രശ്നം എന്ന് പറയുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഒന്നാമത് ഭയങ്കര ടെൻഷനാണ്. ഇതുവരെയും ഇപ്പോൾ അമ്മ ആദ്യം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ചന്ദ്രമതി അച്ഛനെ കുറിച്ച് ചോദിച്ചുവെങ്കിലും സച്ചിയുടെയും രേവതിയുടെയും പ്രശ്നം തുടങ്ങിയപ്പോൾ അത് മറന്നു. എന്നാൽ ഇനി അത് വീണ്ടും കുത്തിപ്പൊക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വർഷയെ വിളിച്ചിട്ട് വരാത്തത് കൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി നേരെ റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റിൽ താമസിക്കാനായിട്ടാണ് ശ്രീകാന്ത് തീരുമാനിച്ചിരിക്കുന്നത്. ചെറിയൊരു മുറിയാണെങ്കിൽ പോലും അവിടെ എങ്ങനെയെങ്കിലും താമസിച്ച് പൊയ്ക്കോളാം, അവരെ തന്നെ എങ്ങനെയെങ്കിലും കഴിഞ്ഞു പൊയ്ക്കോളാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ശ്രീകാന്ത് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ രാവിലെ തന്നെ ശ്രുതി ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി നിൽക്കുമ്പോൾ രേവതി വന്ന് വിളിച്ചു. എന്നിട്ട് ശ്രുതി ഭക്ഷണം റെഡിയാണെന്ന് പറഞ്ഞു. മീര വിളിച്ച് ശ്രുതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു, നീ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നോ എന്ന് മീരയോട് ചോദിക്കുകയും, ആദ്യം ഞാൻ വിചാരിച്ചു സച്ചി രേവതി ഇറക്കി വിടുമെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അങ്കിള് പറഞ്ഞു ഞാനും ഇറങ്ങിപ്പോകും, ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ ഇവിടെ നിർത്തണം എന്നൊക്കെ ഒരു സ്ഥിതി എത്തിയപ്പോൾ, അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെ അവസാനം ശരി വേണ്ട, അങ്കിൾ അവിടെ നിൽക്കണം, രേവതിയും സച്ചിയും പോകണ്ട എന്ന് ആൻറ്റി തീരുമാനിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെ രേവതി ഒന്ന് ഭക്ഷണത്തിന് വിളിച്ചു. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രുതി താഴേക്ക് വന്നു. ശ്രുതിയും സുധിയും സച്ചിയും എല്ലാവരും വന്നു. രവീന്ദ്രനും ചന്ദ്രമതിയും വന്നു. പക്ഷെ ആദ്യം ചന്ദ്രമതി ഭക്ഷണം കഴിക്കാനായിട്ട് തയ്യാറായില്ലെങ്കിലും
രവി നിർബന്ധിച്ചപ്പോൾ ചന്ദ്ര വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നു. പക്ഷേ ഡൈനിങ് ടേബിളിൽ ഇരുന്നുവെങ്കിലും കഴിക്കാനായിട്ട് തുടങ്ങിയില്ല. ഭയങ്കര ടെൻഷനാണ്. ശ്രുതിയും അവിടെ വർഷയും ശ്രീകാന്തും പോയ കാര്യങ്ങൾ തന്നെയാണ് ചന്ദ്രമതിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ചന്ദ്രമതി വീണ്ടും വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. സച്ചിയും രേവതി കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതിന് മറുപടിയായിട്ട് സച്ചിയും തിരിച്ചു പറഞ്ഞു. അങ്ങനെ സംസാരത്തിന്റെ ഇടയിലാണ് ശ്രുതിയുടെ അച്ഛനെ കുറിച്ചുള്ള സംസാരം വന്നത്. അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ്, ശ്രുതി നിന്റെ അച്ഛൻ എവിടെ? നിന്റെ അച്ഛൻ ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുവാണ്, വന്നു, ഇവിടെ എത്താറായി എന്നൊക്കെ നീ പറഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ട് നിന്റെ അച്ഛനെ കാണാനില്ല. നിന്റെ അച്ഛൻ എവിടെ എന്ന് ചോദിച്ചു. അപ്പൊ അതിന് ശ്രുതിക്കൊന്നും പറയാൻ മറുപടി ഇല്ല. കാരണം അങ്ങനെ ഒരു അച്ഛൻ ഇല്ലല്ലോ. അതുകൊണ്ട് എന്ത് പറയും? ഒന്നും പറയാനില്ല. ശ്രുതി ഭയങ്കര ടെൻഷനിൽ നിൽക്കുവാണ്. ചന്ദ്ര ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സുധിയും അതുപോലെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രവീന്ദ്രനും ഇതേ കാര്യം തന്നെ ചോദിക്കുകയാണ്. അവിടെ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അച്ഛൻ തിരിച്ചു പോയതാണോ എന്ന് രവീന്ദ്രൻ ചോദിച്ചു. അപ്പോൾ ചന്ദ്രമതി അവിടെ ശ്രുതിയുടെ അച്ഛൻ വരാതിരുന്നത് നന്നായി. വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ കണ്ടിട്ട് തിരിച്ചു പോയേനെ, ഒപ്പം ശ്രുതിയും കൂട്ടിക്കൊണ്ട് പോയേനെ എന്നുള്ളൊരു സംസാരവും കൂടി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ശ്രുതി ഉടനെ തന്നെ അങ്ങനെ പറയും, അവിടെ അത്രയും സച്ചി കാരണം പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് തിരിച്ചു പോയി എന്ന് ശ്രുതി പറയുമായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ശ്രുതി അങ്ങനെ പറഞ്ഞില്ല. മീരയോട് ഇങ്ങനെ പറയാം എന്ന് ആദ്യമേ സജഷൻ ചോദിച്ചപ്പോൾ മീര പറഞ്ഞത്, നീ ആദ്യം അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇനി നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കാൻ സാധ്യതയില്ലാതെ മീര ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രുതി പറയുവാണ്, ഞാനിനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് അച്ഛൻ തിരിച്ചു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിലപ്പം ചന്ദ്രമതി വിശ്വസിക്കത്തില്ല. പിന്നെ അതിൻ്റെ പേരിൽ സച്ചി അന്വേഷിക്കാൻ എങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതിക്ക് ഓക്കാനം വന്നു. ഓടിപ്പോയി ഛർദ്ദിച്ചു. സുധിയും ഓടിപ്പോയി ശ്രുതി കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുവാണ്. അപ്പോൾ ചന്ദ്രമതിയുടെ മനസ്സിലൊരു ലഡു പൊട്ടി. എല്ലാം കഴിഞ്ഞ് രേവതി പോയി വെള്ളമൊക്കെ കൊടുത്തു. ശ്രുതിയെ പതുക്കെ കൊണ്ട് സോഫയിൽ ഇരുത്തിയ സമയത്ത് ഓടിപ്പോയി ചന്ദ്രമതി ചോദിക്കുവാണ്, ശ്രുതി നീ ഓക്കെ ആണല്ലോ? നിനക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? തലകറക്കം ഉണ്ടോ? നിനക്ക് ഓക്കാനം വരുന്നുണ്ടോ? എന്തെങ്കിലും പുളിയുള്ള ആഹാരങ്ങൾ കഴിക്കാൻ തോന്നുന്നുണ്ടോ? ഒരുപാട് വിശപ്പ് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ശ്രുതിയോട് ചന്ദ്രമതി ചോദിക്കുകയും അതിനെല്ലാം അതെ അതെ എന്ന് മാത്രം ശ്രുതി പറഞ്ഞു. ഉടനെ തന്നെ ശ്രുതി ഗർഭിണിയാണ്, എൻ്റെ ആഗ്രഹം സഫലമായി, ശ്രുതി ഗർഭിണിയാണെന്ന് പറഞ്ഞ് രേവതിയെ കൊണ്ട് പഞ്ചസാരയൊക്കെ കൊണ്ട് കൊടുപ്പിച്ചു. പക്ഷേ ശ്രുതി ഗർഭിണിയാണ്, സുധി നീ ഒരു അച്ഛനാകാൻ പോകുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ സുധിയുടെ മനസ്സിലെ ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. അങ്ങനെയായിരുന്നു സുധിയുടെ മുഖത്തെ ഭാവം. അതുപോലെ തന്നെ ശ്രുതിയുടെ മുഖത്തും അത് തന്നെയായിരുന്നു. ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ എന്നുള്ള ഒരു മുഖഭാവമായിരുന്നു അവിടെ വീണ്ടും അവിടെ ശ്രുതിക്കും സുധിക്കും. പക്ഷെ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ നീ ആദ്യം ഡോക്ടറിനെ അവര് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ട് കാണിക്കട്ടെ, എന്നിട്ട് കൺഫേം ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാനായിട്ട് ചന്ദ്ര തയ്യാറല്ല. ചന്ദ്ര ഉറപ്പിച്ചു, ശ്രുതി ഗർഭിണിയാണ്, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഈ വീട്ടിലെ മൂത്ത മരുമകൾക്ക് തന്നെ ആദ്യം ഒരു വിശേഷം ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ് ചന്ദ്രമതി. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും, ഇതും സത്യമല്ല എന്ന് തെളിയുമ്പോൾ ഇനി അടുത്ത പ്രശ്നങ്ങൾ ശ്രുതിയെ തേടി വരുമോ, അതോ ഇത് തന്നെ ഒരു കുറച്ചു നാളത്തേക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ഒരു ഇത് തന്നെ ഒരു മാർഗം, അല്ലെങ്കിൽ ഇത് തന്നെയാണ് നല്ല വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അഭിനയിക്കാനായിട്ട് തുടങ്ങുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.